വെൽക്കം ടു ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വാനാണ്. അപ്പം ഈ സ്വാൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സ്വാനാണ്. ഇതൊരു കുഞ്ഞു പോക്കറ്റൊക്കെ ഉണ്ട്. ഇതുപോലെയാണ് ഈ സ്വാൻ ഇരിക്കുന്നത്. അപ്പം ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പറാണ്. അപ്പം ഒരു A4 സൈസ് പേപ്പർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ പേപ്പറാണ് കയ്യിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഡയഗണലി മടക്കുക. മടക്കി കോർണർ കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് മടക്കിയതിന് ശേഷം ഈ ഒരു പോയിന്റിനെ നേരെ റിവേഴ്സിൽ മടക്കിയെടുക്കുക. ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം, ഇതുമായിട്ടും കറക്റ്റായിട്ട് മാറുന്നുണ്ടോ എന്ന്. അതിനുശേഷം ഈ ഒരു പേപ്പറിൽ നന്നായിട്ട് ഫോൾഡ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ കിട്ടി. ഈ ഒരു പേപ്പറിനെ ഓപ്പൺ ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഡയഗണലായിട്ട് മടക്കുക. അതിനുശേഷം ഇതിനെ ഇതുപോലെ ഡയഗണലി മടക്കി നമ്മൾ വെക്കുക. ഇനി ഈ പേപ്പറിനെ നേരെ ഇൻവേർട്ട് ചെയ്തിട്ട് ഈ സെൻറ്റർ പോയിൻ്റായിട്ട് വരുന്നിടത്ത് സെൻറ്ററിലേക്ക് മടക്കുക. അതേപോലെ തന്നെ ഈ ഒരു ടിപ്പ് നല്ല കറക്റ്റായിട്ട് വരണം. ഈ സൈഡിലും അതുപോലെ തന്നെ മടക്കുക. ഇങ്ങനെയാണ് ഇതിനെ മടക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മടക്കുക. ഇങ്ങനെ മടക്കിയതിനെ ഹാഫായിട്ട് ഏകദേശം ഇതിൻ്റെ ഹാഫ് പോർഷൻ കണ്ടോ, ഈ ഒരു കോർണറിൽ ഒരു മടക്ക് കൊടുത്തതിന് ശേഷം ഇതിനെ നേരെ തിരിച്ച് മടക്കുക. കണ്ടോ, കണ്ടല്ലോ, ഇങ്ങനെയാണ് അതിന് മടക്ക് വരേണ്ടത്. ഇതുപോലെയാണ് അതിന് മടക്ക് വരേണ്ടത്. ഇതിനെ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇതിനെ കൊണ്ടുവരും. ഇതിങ്ങനെ മടക്കിയെടുക്കും. ഇതിന് കറക്റ്റായിട്ടൊരു മാർക്കില്ല. നമുക്ക് അതിനെ ഫോൾഡ് ചെയ്ത് നേരെ റിവേഴ്സ് ഫോൾഡ് പോലെ എടുക്കുക. എന്നിട്ട് ഈ രണ്ട് പോയിന്റും ഒരു ഹോൾ പോലെ ആക്കിയെടുക്കുക. നേരെ ഇരിക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അതിനെ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ടിപ്പ് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഷേപ്പാക്കി. കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നത് പോലെ കണ്ടോ. ഈ ഒരു കോർണർ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട്, മാക്സിമം ഇത് സ്ട്രെയിറ്റ് ആയിരിക്കും. പിന്നെ മടക്കുക. അതിനുശേഷം ഇനി ഫ്രണ്ടിലെ നെക്ക് മടക്കാനായിട്ട് ഇങ്ങനെ ഡയഗണലി മടക്കുക. എന്ന് വെച്ചാൽ ഇത് കയറി ഇവിടെ താഴോട്ട്, എന്നിട്ട് ഇതിനെ വീണ്ടും ഓപ്പൺ ചെയ്ത് ഫ്രണ്ടിലേക്ക് മടക്കിക്കൊണ്ട് ഫോൾഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ബ്ലാക്ക് പെൻ എടുത്ത് നമ്മുടെ സ്വാൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒറിഗാമി വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ. താങ്ക് യു.